ആരെങ്കിലൊക്കെ നമ്മളെടുത്ത് എന്തെങ്കിലും തരുമോ എന്ന് പറഞ്ഞ് നമ്മളോട് ചോദിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ യാചകൻ. ഒരാൾ നമ്മളെടുത്ത് യാചകനായിട്ട് വന്നു, വല്ലതും തരുമോ എന്ന് വെച്ചു. ഫുഡ് തരുമോ, ഒരു നേരത്തെ ഫുഡ് തരുമോ, ഒരു ചായ കുടിക്കാനുള്ള പൈസ തരുമോ, ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനോ നമ്മളോട് ചോദിക്കുകയാണ്. അവര് യഥാർത്ഥത്തിൽ യഹ്മിലൂന സാധന ഇലൽ ആഖിറ, അവർ ആഖിറത്തിലേക്ക് നമ്മുടെ ലഗേജ് കൊണ്ടുപോകുന്നവരാണെന്ന് ചിന്തിച്ചിട്ട് വേഗം കൊടുത്ത് ഏൽപ്പിക്കണം. ഉദാഹരണത്തിന് നമ്മൾ പെട്ടി കെട്ടുമ്പോൾ ഹാൻഡ് ബാഗ് 7 കിലോന്റെ മേലെയായി, ലഗേജിൽ 30 കിലോ എടുക്കാനേ പറ്റുള്ളൂ, 80 കിലോ ഉണ്ട്, എന്താ ചെയ്യാ? അപ്പോഴാണ് രണ്ടാൾ പറയണത്, എന്താ പ്രശ്നം? ഞാനുണ്ട് ഇൻഡിഗോക്ക് ദോഹയിന്ന ലഗേജ് ഇല്ല, എന്തേ ഉമ്മാമ മരിച്ചിട്ട് പോണതാണ്, എന്നിതെടുക്കോ? അതാണ് സംഭവം. ആരെങ്കിലുമൊക്കെ നമ്മളോട് ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ ആഖിറത്തിലേക്ക് നമ്മുടെ ലഗേജ് കൊണ്ടുപോകുന്നവരാണ് എന്ന് ചിന്തിച്ച് അവർക്ക് കൊടുക്കുക വേണ്ടത്. അതാണ് മഹാനവറുകൾ പറയണത്, അസ്സായിലു ബരീദുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള നമ്മുടെ അംബാസിഡർ ആണ് ചോദിച്ചു വരുന്നവർ. യജീഉ ഇലാ ബാബി അഹദിക്കും യഖൂലു ഹൽ തുഹജ്ജിഊന ഇലാ അഹ്ലിക്കും ബിശൈഇൻ, നിങ്ങളെ മരിച്ചവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എത്തിക്കാനുണ്ടോ എന്ന് ചോദിക്കുമല്ലോ, എന്ന് പോലെ ഒരു ചോദിച്ചിട്ട് വരികയാണ് സംഭവം. അപ്പൊ കളക്ഷന് വരുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, മോനോട് ഇങ്ങനെ പറഞ്ഞാലോ, എന്ത് ഉപ്പില്ല എന്ന് പറയണേ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ചോദിച്ചു വരുന്നവരോടൊന്നും ആട്ടി ഓടിക്കുകയോ നോ പറയുകയോ ചെയ്യരുത്.